പാലക്കാട് പട്ടാമ്പിയിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് മൂസിനാണ് റിപ്പോർട്ടറൊപ്പം ചേരുന്നത്. വലിയ പ്രതീക്ഷയിലാണ്. ഇത്തവണയും ഒരു മാറ്റം ഉണ്ടാവില്ല പട്ടാമ്പിയിൽ എന്നുള്ളതാണ്. പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് ജനങ്ങളെ അറിയാം. ഞാൻ അവരുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങൾ, ആത്മാർത്ഥതയും സത്യസന്ധതയും, അതാണ് എൻ്റെ കയ്യിലുള്ള കൈമുതൽ. അത് പട്ടാമ്പിയിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. വിശ്വാസം വികസനത്തിലാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതിന് അംഗീകാരം ലഭിക്കുമെന്നുള്ള തന്നെയാണ്. വളരെ ആത്മാർത്ഥമായിട്ട് പട്ടാമ്പി മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഒരുപാട് കാലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശാശ്വതമായ പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നടത്തുകയും വലിയ വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷം പല രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്നത്. ഡീലാരോപണം, ഇപ്പോഴത്തെ SDPI വോട്ടുകൾ LDFന് ലഭിക്കാൻ വേണ്ടി പോകുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നു. ഒരാഴ്ച മുമ്പ് പറഞ്ഞിരുന്നത് BJP വോട്ടിൻ്റെ കാര്യമല്ലേ, ഇപ്പോൾ SDPIയുടെ വോട്ടിൻ്റെ ഇനി കുറച്ച് കഴിഞ്ഞാൽ അവർ പറയും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമെന്ന് പറയും. അത് ഡീല് കനകോലും ഇങ്ങനെ മാറി മാറി പറയും. അതല്ലാതെ വികസനം ചർച്ച ചെയ്യട്ടെ, 2016 മുമ്പുള്ള ക്ഷേമ പെൻഷൻ ചർച്ച ചെയ്യട്ടെ. കൃത്യമായി 2000 ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം. ആ കാര്യം ചർച്ച ചെയ്യാൻ പറ്റില്ല. ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി 5.5 ലക്ഷം വീടുകൾ യാഥാർത്ഥ്യമായത് ചർച്ച ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ പട്ടയങ്ങൾ, റെക്കോർഡ് പട്ടയമല്ലേ, 4.5 ലക്ഷത്തോളം പട്ടയം കൊടുത്തത് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. പട്ടാമ്പി മണ്ഡലമടക്കം എല്ലാ മണ്ഡലങ്ങളിലും റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ, ഇതിൻ്റെ നിർമ്മാണങ്ങൾ നടക്കാൻ ഫണ്ട് അനുവദിച്ചത് കിഫ്ബി വഴി വികസനത്തിൻ്റെ ഒരു പൂക്കാലം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പട്ടാമ്പിയിൽ തന്നെ റവന്യൂ ടവർ ചർച്ച ചെയ്യാൻ പറ്റില്ല, ഡയാലിസിസ് സെൻറ്റർ ചർച്ച ചെയ്യാൻ പറ്റില്ല, ഫയർ സ്റ്റേഷൻ ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല, കൊപ്പം പോലീസ് സ്റ്റേഷൻ വന്ന് ചർച്ച ചെയ്യാൻ പറ്റില്ല, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെൻറ്റർ, മൈനോറിറ്റി കോച്ചിങ് സെൻറ്റർ, ഇങ്ങനെ തുടങ്ങി പട്ടാമ്പി പാലത്തിൻ്റെ നിർമ്മാണം, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ചർച്ചകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി കനകോല് കാണിച്ചൊരു തന്ത്രമാണ് ഡീല്. നമുക്കറിയാലോ, ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്ത് SIR കാര്യം പറഞ്ഞിട്ടാണ് വലിയ തരത്തിൽ ഇതാ ചില വീഡിയോസൊക്കെ കിട്ടി. നമ്മൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും, വോട്ടർ പട്ടികയിൽ നിന്നാണ് ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ തന്നെ പൗരത്വം പോവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ക്ലിപ്പുകൾ നമ്മൾ കണ്ടതല്ലേ. പക്ഷേ എന്താ സംഭവിച്ചത്? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു SIR നടപടികൾ പൂർത്തീകരിച്ചു. കേരളത്തിലോ പട്ടാമ്പിയിലോ എത്ര പേര് അർഹതപ്പെട്ടവർ പോയി? വോട്ടേഴ്സ് ലിസ്റ്റിന് പോയതാണെങ്കിൽ പൗരത്വം പോയ പോലെയാണ് കാണിക്കുക. അർഹതപ്പെട്ട എല്ലാ ആളുകളും, പിന്നെ ചില ആളുകൾ അപേക്ഷ കൊടുക്കാനോ ബാക്കിയുള്ളതോ വൈകിട്ടുണ്ടെങ്കിലുള്ളൂ. അതല്ലാത്ത മുഴുവൻ ആളുകളും കയറിയിട്ടുണ്ട്. ഒരു പരാതിയും വരുന്നില്ല. നമ്മുടെ ഗവൺമെൻറ് മിഷനറിയും നന്നായിട്ട് അർഹതപ്പെട്ടവർക്ക് സംവിധാനങ്ങൾ ചെയ്യാനും, ഇനി അവർക്കൊരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ടെങ്കിൽ രേഖ കൃത്യമാക്കാൻ വേണ്ടിയിട്ട് നാറ്റിവിറ്റി കാർഡും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, SIR പൂർത്തീകരിച്ചപ്പോൾ ആരും നഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആ പറഞ്ഞ നുണ എവിടെ പോയി? ആ നുണ SIRൽ കുറേ ആളുകളെ പോകും. പിണറായി വിജയൻ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടെന്തോ കളിക്കുകയാണെന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഈ കോൺഗ്രസ് വലിയ പ്രതീക്ഷ, പ്രത്യേകിച്ചും UDF വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട് ഇത്തവണ ഭരണം പിടിക്കുമെന്നുള്ളത്. പക്ഷേ എന്നിട്ട് പിന്നീട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ എന്താണെന്നാണ് കരുതുന്നത്? അല്ല, വികസനം ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. വികസനവും ക്ഷേമവും ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. 10 വർഷക്കാലം ആത്മാർത്ഥമായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുകയും വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും കേരളം പ്രതിസന്ധിയിലായിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുകയും ചെയ്ത ഒരു കാലമല്ലേ. അത് ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഈ മാറ്റം, പ്രായമുള്ളൊരമ്മ, സ്വന്തം മക്കൾ പോലും ചിലപ്പോൾ നോക്കാത്ത ആളുകളുണ്ടാവും. ആ അമ്മ അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ഒരു കാരണവർ, ആ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന, അവർക്ക് കൃത്യമായി പെൻഷൻ 2000 കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് അവർ തള്ളിപ്പറയോ? ഇല്ല. പിന്നെ അവരെ മനസ്സിലേക്ക് അനാവശ്യമായ ഭീതി കൊണ്ടുവരിക എന്നുള്ള. സർക്കാർ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പാഠപുസ്തകം കൃത്യമായിട്ട് കിട്ടുന്ന എല്ലാ സ്കൂളും നവീകരിച്ച ഒരു കാലം ഇല്ലേ. അങ്ങനെ കുട്ടികളെ ചിലവ് കുറഞ്ഞിട്ട് ഒരു കൂലിപ്പണി എടുക്കുന്ന ഒരാൾ, പാവപ്പെട്ട പ്രവാസി സാധാരണക്കാരൻ കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ അവർക്ക് തള്ളി പറയാൻ പറ്റും ഈ ഗവൺമെൻറ്റിനെ? പട്ടയമില്ലാതെ എത്രയോ കാലമായിട്ട് ഒരു ലോൺ എടുക്കാനോ ഒരു വീട് കയറ്റാനോ ഒരു രേഖയില്ലാതെ ഇരിക്കുന്ന മനുഷ്യർ, അങ്ങനെ 4.5 ലക്ഷം മനുഷ്യരുടെ ആ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റി അവർ ഈ സർക്കാരിനെ തള്ളിപ്പറയോ? എനിക്ക് തോന്നുന്നില്ല. വീടില്ലാത്ത മനുഷ്യർ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എവിടേക്കോ താമസിച്ച് വളരെ ബുദ്ധിമുട്ടി താമസിച്ച 5.5 ലക്ഷം ആളുകൾ സ്വന്തം വീട്ടിലേക്ക് മാറി. അവർക്ക് നല്ല താമസിക്കാനുള്ള സൗകര്യം ഒരുങ്ങി. അതിൻ്റെ ഭാഗമായി അവരുടെ ജീവിതം ആകെ മാറുകയാണ്. ആ ലൈഫ് ഭവന പദ്ധതി, അത് ലഭ്യമായ വീട് ലഭ്യമായ ആളുകൾ ഈ സർക്കാരിനെ തള്ളിപ്പറയുന്ന എനിക്ക് തോന്നുന്നില്ല. മതനിരപേക്ഷമായി സമാധാനപരമായിട്ട് പോകുക. ഇപ്പം നമ്മുടെ അതിർത്തി വരെ ബുൾഡോസർ രാജ് വന്നു. ഇവിടെ ഇങ്ങനെ ആരോപണങ്ങൾ പറയാനല്ലാതെ ആളുകൾക്ക് ജീവിക്കാൻ ഏറ്റവും സ്വസ്ഥവും ശാന്തിയുള്ളൊരു സ്ഥലമല്ലേ കേരളം. അങ്ങനെ കുറ്റം പറയാൻ പറ്റുമോ? കേരളത്തിൽ അക്രമമാണെന്ന് പറയാൻ പറ്റുമോ? കേരളത്തിൽ വർഗീയതയെന്ന് പറയാൻ പറ്റുമോ? കലാപമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ചിന്തിക്കുന്ന മനുഷ്യരൊന്നും എന്തിനാണ് ഈ ഗവൺമെൻറ് മാറുന്നത് എന്ന് ചിന്തിക്കില്ലേ? അപ്പോൾ കനകോലുവിനെ പോലുള്ള ഒരാളൊരു നുണപ്രചരണം നടത്തുകയാണ്. ഇതിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കിയ പോലെ ഇങ്ങനെ നുണപ്രചരണം നടത്തി കേരളത്തിൽ അത് വിജയിച്ചാൽ ഇതൊന്നും സത്യമായിരുന്നില്ല എന്നുള്ള ജനങ്ങൾക്ക് തിരിച്ചറിയും.
അപ്പം തന്നെ മന്ത്രി മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളാണല്ലോ. ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു ഗവൺമെൻറ് കേരളത്തിൽ വന്നാൽ നാളെ വരാൻ പോകുന്ന അപകടം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കേരള ഉത്തരേന്ത്യ ആവുക എന്നുള്ളതാണ്. അത് വരാതിരിക്കാൻ സ്റ്റെബിലിറ്റിയുള്ള സ്ട്രോങ് ഉള്ള നല്ല ലീഡർഷിപ്പുള്ള സംവിധാനം തുടരുക തന്നെയാണ് വേണ്ടത്. പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇന്നലെ പാലക്കാട്ടേക്ക് വന്ന സമയത്ത് പറഞ്ഞത് കോൺഗ്രസിലെ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ മോശമാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. ഉദാഹരണം അദ്ദേഹം എടുക്കാതെ പോലും പറഞ്ഞു പോയത് രാഹുലിൻ്റെ വിഷയം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TV പുറത്തുവിട്ട ഈ പ്രശോഭ് സിവൽസൻ എന്ന കോൺഗ്രസ് കൗൺസിലറുടെ വിഷയം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം വിഷയങ്ങളിൽ ഇപ്പോൾ ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട്, അതിനുള്ള പ്രതികരണങ്ങൾ ജനങ്ങൾ നടത്തുകയും ചെയ്യും. പിന്നെ അതിലേക്കൊരു വിവാദത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇരുന്നാലും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും അവരോട് മാന്യമായി പെരുമാറുകയും അവർ ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുടെയും കടമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നേതൃത്വത്തിലുള്ള ആളുകൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്, ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ. വലിയ പ്രതീക്ഷയിലാണ് മുഹമ്മദ് മുഹ്സിൻ പാലക്കാട് പട്ടാമ്പിയിൽ പ്രചരണം നടത്തുന്നത്. ഇത്തവണയും പട്ടാമ്പി ഇടത് മനസ്സിനൊപ്പം അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോട് തന്നെ നിൽക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് മുഹ്സിനും LDF ക്യാമ്പും ഉള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ ആർക്കെയും റിപ്പോർട്ടർ പാലക്കാട്.